രാഷ്ട്രീയ ടോക്സിൻ്റെ അടുത്ത വീഡിയോയിലേക്ക് സ്വാഗതം. ഇതിപ്പോൾ നമ്മൾ പറഞ്ഞാൽ ഇപ്പം സ്വാഭാവികമായിട്ടും ചില ആളുകൾക്ക് ഒരു സംശയമുണ്ട്. അതായത് ഇപ്പം മമ്മൂക്കയുടെ സിനിമകൾ, ഇപ്പോൾ ഡൊമിനിക് ആൻഡ് ദ ലേഡീസ് പേഴ്സ് എന്ന് പറയുന്ന സിനിമ അവരുടെ കാഴ്ചപ്പാടിൽ വലിയ വിജയമായി തീർന്നില്ല, ഒരു പരാജയ ചിത്രമാണെന്ന് അവർ സമർത്ഥിക്കാൻ ശ്രമിക്കുന്നു. നമ്മളത് പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ ബഡ്ജറ്റും അതിൻ്റെ തിരിച്ചു കിട്ടിയ അതിൻ്റെ പൈസ എത്ര ആണെന്നുള്ള കാര്യമൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. പിന്നെ ബസൂക്ക എന്ന് പറയുന്ന സിനിമയ്ക്ക് സ്വാഭാവികമായിട്ടും സാമ്പത്തികമായിട്ട് തിയേറ്ററിൽ ഒരു വിജയമായി തീരാൻ സാധിച്ചില്ല എന്നുള്ള ഒരു യാഥാർത്ഥ്യം തന്നെയാണ്. അതിപ്പോൾ എന്നെപ്പോലുള്ള ആൾക്കാർ അത് പൂർണ്ണമായിട്ടും അത് അംഗീകരിക്കുകയും ചെയ്യുന്നുണ്ട്. പക്ഷേ ചില ആളുകൾക്കൊരു ധാരണ എന്ന് പറഞ്ഞാൽ ഞാൻ മുമ്പേ പറഞ്ഞിരിക്കും, മമ്മൂക്കയുടെ സിനിമകൾ പരാജയപ്പെടുകയും ലാലേട്ടൻ്റെ എമ്പുരാൻ പോലുള്ള അല്ലെങ്കിൽ തുടരും പോലുള്ള സിനിമകൾ ഏതാണ്ട് 200 കോടിക്ക് പുറത്ത് കളക്ട് ചെയ്യുകയും ചെയ്തപ്പോഴത്തേക്ക് സ്വാഭാവികമായിട്ടും മമ്മൂക്കയുടെ ആരാധകർ വളരെ നിശബ്ദമായി, പ്രത്യേകിച്ച് മമ്മൂക്കയെ സ്നേഹിക്കുന്ന ആൾക്കാർ, യൂട്യൂബൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്ന യൂട്യൂബേഴ്സായിട്ടുള്ള ആൾക്കാർ വളരെ നിശബ്ദരായിട്ട് എവിടെയോ ഭയന്ന് മാറിയിരിക്കുക എന്നുള്ള ധാരണകളൊക്കെ ചില ആളുകൾക്കുണ്ട്. അതൊക്കെ തീർത്തും തെറ്റാണ്, തീർത്തും അസംബന്ധമാണ്. ഇപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം പറയാനാണെങ്കിൽ ഞാനിപ്പോൾ 2-3 കാര്യങ്ങൾ കൊണ്ട്, പ്രധാനമായിട്ട് 1-2 കാര്യങ്ങൾ കൊണ്ടാണ് ഞാൻ അത്തരത്തിലുള്ള വീഡിയോകൾ പൂർണ്ണമായിട്ടും കൂടുതലായിട്ട് ഞാൻ ചെയ്യാത്തത്. ഒന്ന് എന്ന് പറയുന്നത് സ്വാഭാവികമായിട്ടും ഒരു 2-3 മാസത്തേക്കെങ്കിലും മമ്മൂക്ക ഇപ്പോൾ സിനിമയിൽ നിന്നൊരു ഇടവേള എടുക്കുമ്പം അത് സ്വാഭാവികമായിട്ടും എനിക്ക് എന്നെപ്പോലുള്ളവർക്ക് ഒരു പ്രയാസം തന്നെയാണ്. കാര്യം മമ്മൂക്ക സിനിമയിൽ സജീവമായി അല്ലാതിരിക്കുന്ന ഒരു സമയത്ത്, അതായത് അതിന് ആരോഗ്യപരമായിട്ടുള്ള കാരണങ്ങളാൽ ആണെങ്കിൽ പോലും അത്തരത്തിലുള്ള ഒരു സമയത്ത് ഇത്തരത്തിലുള്ള വീഡിയോകൾ ചെയ്യാൻ നമുക്ക് പൂർണ്ണമായിട്ട് ഒരു മനസ്സ് തോന്നാത്തതുകൊണ്ടാണ്. പിന്നെ എന്തെങ്കിലും വീഡിയോ ചെയ്യണമല്ലോ എന്ന് വിചാരിച്ചിട്ട് എന്തെങ്കിലും വളരെ പ്രധാനപ്പെട്ട എന്ന് തോന്നുന്ന ചില കാര്യങ്ങൾ വരുമ്പോൾ മാത്രമാണ് ഞാനിപ്പം കുറച്ച് ദിവസങ്ങളായിട്ട് വീഡിയോ ചെയ്തത്. അതൊക്കെ തന്നെയാണ് അകത്തുള്ള കാര്യങ്ങൾ. പിന്നെ നമ്മൾ മുമ്പേ പറഞ്ഞ കണക്ക് ഇപ്പം ലാലേട്ടൻ്റെ സിനിമകളുടെ വിജയങ്ങളെക്കുറിച്ച് നമ്മൾ പറയുമ്പോഴത്തേക്ക് തുടരും എന്ന് പറയുന്ന സിനിമ ഒരു വലിയ രീതിയിലുള്ള വിജയം നേടി. അത്തരത്തിലുള്ള സിനിമയുടെ വിജയത്തിനെ നമ്മൾ പറഞ്ഞ കണക്ക് ലാലേട്ടനെ അഭിനന്ദിക്കണം. അത്തരത്തിലുള്ളൊരു സിനിമ മലയാള സിനിമാ വ്യവസായത്തിന് നൽകിയിരിക്കുന്ന ഒരു ഉണർവ് എന്ന് പറഞ്ഞാൽ ചെറിയ കാര്യമല്ല. അതും ഞാൻ പൂർണ്ണമായിട്ടും അംഗീകരിക്കുന്നത്. പക്ഷേ മമ്മൂക്കയുടെ ആരാധകർ ഈ പറഞ്ഞ കണക്ക് ഭയന്ന് മാറിയിരിക്കുക എന്ന് പറയുമ്പോൾ മാത്രമാണ് അത്തരത്തിലുള്ളൊരു വീഡിയോയ്ക്ക്, അത്തരത്തിലുള്ള വീഡിയോയിലുള്ള എതിർപ്പ് എന്നെ പോലുള്ള ഒരാൾക്കുണ്ടാകുന്നത്. ഇപ്പം മമ്മൂക്കയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം സിനിമയിലേക്ക് തിരിച്ചു വന്നു കഴിയുമ്പോഴത്തേക്ക് നമ്മളെല്ലാം വളരെ സന്തോഷത്തോടുകൂടി, പ്രത്യേകിച്ച് എന്നെ പോലുള്ള ആൾക്കാർ വളരെ ഒരു പൂർവാധികം ശക്തിയോടുകൂടി അല്ലെങ്കിൽ ഒരു സന്തോഷത്തോടുകൂടി നമ്മൾ വീണ്ടും വീഡിയോകൾ ചെയ്തു തുടങ്ങും. ഇപ്പം ഞാൻ പറഞ്ഞ കണക്ക് ഇപ്പോൾ പലർക്കും മറുപടി കൊടുക്കണമെന്ന് എനിക്ക് വളരെ വലിയ ആഗ്രഹമുണ്ട്. പക്ഷേ എന്നാലും ഞാൻ മുമ്പേ പറഞ്ഞ കണക്ക് കഴിഞ്ഞ ഇപ്പം ലാലേട്ടനെ ഞാൻ അങ്ങനെ വിമർശിക്കുന്ന വീഡിയോകൾ കഴിഞ്ഞ ഒരുപാട് കണ്ടന്റുകൾ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ എൻ്റെ മുന്നിലേക്ക് വന്നെങ്കിൽ പോലും പല പല കാരണങ്ങളാൽ ഞാൻ അത്തരത്തിലുള്ള കാര്യങ്ങൾ ഞാൻ ഒഴിവാക്കി വിട്ടത്. കാര്യം മറ്റുള്ള ആൾക്കാർ ചില മമ്മൂക്കയെ പല വീഡിയോകളിലൂടെ വിമർശിക്കുന്ന കണക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം അത്തരത്തിലുള്ള കാര്യങ്ങൾ കിട്ടുമ്പോഴത്തേക്ക് എനിക്കും വേണമെങ്കിൽ ഗംഭീരമായിട്ടുള്ള രീതിയിൽ വിമർശനങ്ങൾ അഴിച്ചുവിടാം. ഇപ്പം ലാലേട്ടനെ നമുക്കറിയാം, ഒരുപാട് തുടർ പരാജയങ്ങൾക്ക് ശേഷം അദ്ദേഹത്തിന് തുടരും എന്ന് പറയുന്ന ഒരു വലിയ ഹിറ്റ് കിട്ടി. അപ്പോൾ തുടരും എന്ന് പറയുന്നൊരു വലിയ വിജയം കിട്ടിയപ്പോൾ ലാലേട്ടൻ ഫാൻസുകാർ ആഘോഷിക്കുന്നതിനോടൊപ്പം എന്നെ പോലുള്ള മമ്മൂക്ക ആരാധകർക്കും അതൊരു തീർത്തും സന്തോഷമുള്ള കാര്യമാണ്. ഇപ്പോൾ നമുക്കറിയാം, ഇപ്പോൾ ലാലേട്ടനെ കഴിഞ്ഞ കുറച്ച് വർഷങ്ങൾ ഇങ്ങോട്ട് എടുത്തു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് നല്ലതല്ലായിരുന്നു അത്തരത്തിലുള്ള വർഷങ്ങൾ. അതിനിടയ്ക്ക് അദ്ദേഹത്തിന് ഒരു സാമ്പത്തികമായിട്ടുള്ള വിജയം നേടിയെടുക്കാൻ സാധിച്ച എനിക്ക് തോന്നുന്നു ഇപ്പം ഒരു ലൂസിഫർ കഴിഞ്ഞു കഴിഞ്ഞാൽ നേര് എന്ന് പറയുന്ന ഒരു സിനിമയ്ക്കാണ്. അത് കഴിഞ്ഞിട്ട് തുടരും എന്ന് പറയുന്ന സിനിമയാണ്. പിന്നെ എമ്പുരാനെ സംബന്ധിച്ചിടത്തോളം അന്നും ഇന്നും എന്നും ഞാൻ പറയും, അതിൻ്റെ ഒരു ബഡ്ജറ്റുമായിട്ട് നോക്കുമ്പോഴത്തേക്ക് എമ്പുരാൻ എന്ന് പറയുന്ന സിനിമ അതൊരു വിജയം അല്ല എന്നുള്ള കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാം. എത്ര വിജയമാണെന്ന് സമർത്ഥിക്കാൻ ശ്രമിച്ചാലും, എത്ര കോടി ക്ലബ്ബിൽ അത് കയറിയെന്ന് പറഞ്ഞാലും ശരി, അതൊരു മൾട്ടി സ്റ്റാർ ചിത്രമായിട്ട് പോലും ആ സിനിമയ്ക്ക് തിയേറ്ററിൽ നിന്നൊരു സാമ്പത്തിക വിജയം നേടിയെടുക്കാൻ സാധിച്ചില്ലെന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്കറിയാം. പക്ഷേ എന്നാലും നമ്മൾ പറഞ്ഞിടക്ക് നേര് എന്ന് പറഞ്ഞ സിനിമയ്ക്ക് ശേഷം മലയാള സിനിമ കണ്ടിട്ടുള്ള ഏറ്റവും വലിയൊരു വിജയത്തിലേക്ക് ഇപ്പോൾ തുടരും എന്ന് പറയുന്ന സിനിമയിൽ എത്തിയിട്ടുണ്ട്. ഇപ്പോൾ തുടരും എന്ന് പറയുന്ന സിനിമയെക്കുറിച്ച് നമ്മൾ പറയാനാണെങ്കിൽ ഞാൻ പറഞ്ഞില്ലയോ, കൂടുതൽ അത്തരത്തിലുള്ള ഒരു കാര്യത്തിനോട്ട് ഞാൻ പോകുന്നില്ല. പക്ഷേ നമുക്കറിയാം, ഇപ്പം തുടരും എന്ന് പറയുന്ന സിനിമ തിയേറ്ററിൽ വേൾഡ് വൈഡ് ആയിട്ട് എത്ര രൂപയാണ് അത് കളക്ട് ചെയ്തിരിക്കുന്നത്. മഞ്ഞുമൽ ബോയ്സ് എന്ന് പറയുന്ന സിനിമ വേൾഡ് വൈഡ് ആയിട്ട് എത്ര കോടിയാണ് കളക്ട് ചെയ്തിരിക്കുന്നത്. ഇൻഡസ്ട്രിയൽ ഹിറ്റ് എന്ന് പറയുന്നത് ആ കൂട്ടത്തിലൊക്കെ ഏത് സിനിമയാണ് എന്നുള്ള കാര്യങ്ങളൊന്നും ഞാൻ നിലവിൽ ഇപ്പോൾ എമ്പുരാൻ എന്ന് പറയുന്ന സിനിമ ഞാൻ പറഞ്ഞ കണക്ക് അതിൻ്റെ മുതൽ മുടക്കുമായിട്ട് നോക്കുമ്പോഴത്തേക്ക് അതിപ്പോൾ 265 കോടി കിട്ടിയെന്ന് പറഞ്ഞാലും അതൊരു ഇൻഡസ്ട്രിയൽ ഹിറ്റാന്ന് പറയണമെന്നുണ്ടെങ്കിൽ സ്വല്പം തലയ്ക്ക് എന്തെങ്കിലും കുഴപ്പമുള്ള ആൾക്കാരല്ലാതെ ആരും അത്തരത്തിലുള്ളൊരു സിനിമ പറയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പിന്നെ ലാലേട്ടൻ്റെ കടുത്ത ആരാധകരായിട്ടുള്ള ആളുകൾക്ക് എന്തും വിളിച്ചു പറയാമെന്നുള്ള രീതിയിൽ ചിലപ്പോൾ അവർ താൽക്കാലികമായിട്ടുള്ള ആശ്വാസത്തിന് വേണ്ടിയിട്ട് ചിലപ്പോൾ അവരങ്ങനെ പറഞ്ഞെന്നിരിക്കും. പക്ഷേ ഞാൻ പറഞ്ഞ കണക്ക് മഞ്ഞുമൽ ബോയ്സ് അല്ലെങ്കിൽ തുടരും എന്ന് പറയുന്ന സിനിമയെ കമ്പയർ ചെയ്തൊക്കെയുള്ള വീഡിയോകൾ ചെയ്യണമെന്ന് എനിക്ക് ആഗ്രഹം ഉണ്ടെങ്കിലും ഞാൻ മുമ്പേ പറഞ്ഞ കണക്ക് വേണ്ട എന്ന് വിചാരിച്ച് നമ്മളങ്ങ് ഒഴിവാക്കി വിടുക. ഇപ്പം ലാലേട്ടനെ വിമർശിച്ചു അല്ലെങ്കിൽ അത്തരത്തിലുള്ള ആൾക്കാരെ മനഃപൂർവ്വം വിമർശിക്കണം അല്ലെങ്കിൽ കുറ്റപ്പെടുത്തണമെന്നുള്ള ആഗ്രഹം എനിക്കില്ലാത്തതുകൊണ്ടും മാത്രമാണ് നമ്മൾ പറയുന്നത്. പിന്നെ കഴിഞ്ഞ കാലങ്ങളിലുള്ള സിനിമകളെക്കുറിച്ച് അല്ലെങ്കിൽ ഞാൻ പറഞ്ഞ കണക്ക് ചില ആളുകൾക്കുള്ള മറുപടി
വേണ്ട എന്ന് വിചാരിച്ച് നമ്മൾ അത്തരത്തിലുള്ള കാര്യങ്ങൾ മാറ്റിവെക്കുകയാണ്. അതൊക്കെ ഒരു സമയം വരുമ്പോൾ അല്ലെങ്കിൽ അത്തരത്തിലുള്ള അവസരം വരുമ്പോഴത്തേക്ക് എണ്ണി ഓരോ കാര്യങ്ങൾക്കും കൃത്യമായിട്ടുള്ള മറുപടി കൊടുത്തിരിക്കും. ആ കാര്യത്തിനകത്തൊന്നും യാതൊരുവിധ സംശയങ്ങളും ഇല്ല. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നേ, ഇപ്പോൾ ലാലേട്ടനെ ആരാധിക്കുന്ന അല്ലെങ്കിൽ ലാലേട്ടനെ സ്നേഹിക്കുന്ന യൂട്യൂബേഴ്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ ഒരൊറ്റ കാര്യം മനസ്സിലാക്കിയാൽ മതി. മമ്മൂക്കയുടെ ആരാധകരെല്ലാം തൽക്കാലത്തേക്ക് നമ്മൾ പറഞ്ഞ കണക്ക് യൂട്യൂബ് വീഡിയോയ്ക്കകത്തൂടെയോ അല്ലെങ്കിൽ പഴയ പോലെ അത്രയും ശക്തിയോടുകൂടി ഓരോ വീഡിയോകൾ അവതരിപ്പിക്കാത്തതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം മമ്മൂക്ക താൽക്കാലികമെങ്കിലും സിനിമയിൽ നിന്ന് മാറി നിൽക്കുന്നതുകൊണ്ട് മാത്രമാണ്. പ്രത്യേകിച്ച് എൻ്റെ കാര്യം ഞാൻ എടുത്തു പറയുക അവിടെ, അതുകൊണ്ട് മാത്രമാണ്. അല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഈ പറഞ്ഞ കണക്ക് എല്ലാ ചോദ്യങ്ങൾക്കുമുള്ള വ്യക്തമായിട്ടുള്ള മറുപടി കഴിഞ്ഞ കാലങ്ങളിൽ പറഞ്ഞിട്ടുണ്ട്. ഇനിയും തീർച്ചയായിട്ടും അത്തരത്തിലുള്ളൊരു മറുപടി പറയും. എന്തായാലും മമ്മൂക്കയുടെ ഒരു റീ എൻട്രി അല്ലെങ്കിൽ മമ്മൂക്കയുടെ ഒരു എൻട്രി സിനിമയിലേക്ക് വീണ്ടും ഉണ്ടാകട്ടെ, അത് എത്രയും പെട്ടെന്ന് നടക്കട്ടെ എന്നുള്ളൊരു ആഗ്രഹം എനിക്കുണ്ട്. അപ്പോൾ അതിനുശേഷം ബാക്കിയുള്ള ചോദ്യങ്ങൾക്കെല്ലാം വ്യക്തമായിട്ടുള്ള മറുപടികൾ പറയാം. താങ്ക് യു.